മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇടുന്നത് ലാഭമാണോ? തീർച്ചയായിട്ടും ലംസമായിട്ട് ഇടുന്നത് നമ്മൾ റിസ്ക് കൂടിയ ഫണ്ടുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, മാർക്കറ്റിൽ കറക്ഷൻ വരുന്ന സമയത്ത് അത് കൂടുതൽ കറക്റ്റ് ചെയ്ത് നെഗറ്റീവ് റിട്ടേൺസ് കാണിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമുക്കത് പ്രശ്നമല്ല, അത് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്ര റിസ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, STP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു സേഫ് ആയിട്ടുള്ള ലിക്വിഡ് ഫണ്ടുകളിലേക്ക്, അതായത് ഡെറ്റ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫിക്സഡ് റിട്ടേൺസ് തരും. അതായത് ഒരു 7%, 8% ഒക്കെ റിട്ടേൺസ് ആവറേജ് നമുക്ക് തരും. ഇതിൽ വലിയ ഫണ്ട്, അതായത് ഒരു 10 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് ഇത് എല്ലാ മാസവും ഇപ്പോൾ ഒരു 10,000, 20,000, 30,000 എത്രയാണോ നമുക്ക് എല്ലാ മാസവും ഇക്വിറ്റി ഓഹരികളിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിലേക്ക് ഇടേണ്ടത്, അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും. ഓക്കെ, അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫണ്ട് ഇവിടെ ഉള്ളത് സേഫ് ആയിരിക്കുകയും ചെയ്യും, മറ്റത് നല്ല ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബെറ്റർ ആവറേജ് പ്രൈസ് ഇവിടെ നേരിട്ട് ഇക്വിറ്റി സ്കീമിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസ്ക് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും.